ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ്. ബിലിമ്പി പുളി കൊണ്ടുള്ള പുളിയിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം ഒരു 35 ബിലിമ്പിപ്പുളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി രണ്ടറ്റവും കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. കൂടെ 3 ആണി ശർക്കര, 2 തണ്ട് കറിവേപ്പില, 7 പച്ചമുളക്, ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി. ബിലിമ്പി, പച്ചമുളക്, ഇഞ്ചി ഇവയെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി കാച്ചി എടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളം എടുത്ത് അതിലോട്ട് ശർക്കര ഒന്ന് ചെറുതായി പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ബിലിമ്പി വട്ടത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ബിലിമ്പി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ കുക്കറിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാനി കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര കൂടെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുക്കർ അടച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം. 2 വിസിൽ വന്ന ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ബിലിമ്പി കുക്കാവുന്ന സമയം കൊണ്ട് പുളിയിഞ്ചിയിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 2 ടീസ്പൂൺ എള്ള്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് ചൂടായ ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നും ഉലുവയും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടിൻ്റെയും കളറൊന്ന് മാറി ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇതേ പാനിലേക്ക് കഴുകി അരിച്ചെടുത്ത എള്ളുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ചെടുക്കാൻ പാകത്തിൽ ഇവ മൂന്നും നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഉണക്കിയെടുത്ത ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ പുളിയിഞ്ചിയിൽ ആഡ് ചെയ്യാനുള്ള പൊടി റെഡിയായി കഴിഞ്ഞു. കുക്കറിൻ്റെ ആവിയെല്ലാം പോയ ശേഷം നമുക്കത് തുറന്ന് നോക്കാം. ബിലിമ്പിയെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ചൂടായ ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ ഒരു വറ്റൽ മുളക് കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് മൂത്ത് വന്ന ശേഷം കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബിലിമ്പി പുളി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പുളിയിഞ്ചിയിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 പിഞ്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങണം. ഈ ബിലിമ്പിയുടെ മരമൊക്കെ വീട്ടിലുള്ളവർക്കറിയാം. ഇതിൻ്റെ മുകളിൽ പുളി ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറേ അധികം ഉണ്ടാകും. അപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ ഇതിങ്ങനെ പഴുത്തൊക്കെ കുറേ വീണ് വേസ്റ്റായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പുളിയിഞ്ചി ഏകദേശം നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബിലിമ്പി പുളി കൊണ്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിയിഞ്ചിയാണിത്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.